ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയിൽ ആദർശൻ നയനയോട് പറഞ്ഞു, അതെ നീ ഇവിടെ ഇല്ലാത്തോണ്ട് എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു പറഞ്ഞു. എന്നിട്ടാണോ എന്നോട് പറഞ്ഞ് എന്നോട് അവിടെ പിടിച്ചിരിക്കാനായിട്ട്? അങ്ങനെ ഞാൻ പറഞ്ഞു, അതിന്റെ കാരണം നിനക്കറിയാലോ, നീയും കൂടെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് സങ്കടവും. അത് ശരിയാ, അമ്മയ്ക്ക് ഇപ്പോഴും സങ്കടം തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു, ഇപ്പം മുത്തശ്ശന്റെ അതുപോലെ തന്നെ ഇളയച്ചന്റെ ഒക്കെ സങ്കടം അതെന്താണെങ്കിലും മാറ്റിയേ മതിയാവുള്ളൂ. എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കണം. ജ്വല്ലറി ഇപ്പൊ തകർന്നു പോയിക്കൊണ്ടിരിക്കല്ലേ, ആ തകർച്ചയിൽ നിന്ന് മൂർത്തി ജ്വല്ലറിയിലെ കരകയറ്റണം എന്ന് പറഞ്ഞു. ഇനി ഒരു കുതിച്ചുയർച്ചയായിരിക്കണം മൂർത്തി ജ്വല്ലറിക്ക് ഉണ്ടാവണ്ടേ. അപ്പോഴേക്കും നയന പറഞ്ഞു, ഇനിയിപ്പം വിഷു അല്ലേ വരാൻ പോന്നെ, വിഷുവിന് കച്ചവടം വളരെ കുറയും, അങ്ങനെയൊക്കെ പറയണേന്ന് പറയാ. ശരിയാ, അതങ്ങനെയൊക്കെ ഉണ്ടാവും, കുറയും. എന്നാലും സാരമില്ല, ആ സമയത്ത് ഏൺ ജ്വല്ലറിക്കാർ കത്തിക്കയറുമായിരിക്കും. പക്ഷെ നമ്മൾ സത്യസന്ധമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് വളരുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഒരു തകർച്ച ഉണ്ടാകും. കണ്ടു, അതധികം വൈകാതെ തന്നെ സംഭവിക്കുന്നതിനെ. നമ്മൾ ഇതുവരെ ആയിട്ടും കള്ളത്തരമൊന്നും കാണിച്ചിട്ടില്ല, നേരായ വഴിക്കാ പോയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. അധികം വൈകാതെ തന്നെ നമുക്ക് കുതിച്ചു വരാനായിട്ട് പറ്റും. ആ ഒരു ആത്മവിശ്വാസം എനിക്കുണ്ടെന്ന് പറയണം. പിന്നെ കിരണയ്ക്ക് എനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്, എന്നോടൊപ്പം എന്തിനും ഏതിനും കൂട്ടു നിൽക്കാന്നുള്ള കാര്യം, സത്യങ്ങൾ കണ്ടെത്താനായിട്ട്. ആ ഗംഗാപ്രസാദിന്റെ കാര്യം തന്നെ നിനക്കറിയാവുന്നതല്ലേ, അവര് ആ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നല്ലേ. അതുകൊണ്ട് പെട്ടെന്ന് കിരണിന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുമെന്ന് പറഞ്ഞു. നയന പറഞ്ഞു, അതാ ശരിയാ ആദർശേട്ടാ, ഞാനും ഉണ്ടല്ലോ, നമുക്ക് എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ചെയ്യണം. ആദർശ് പറഞ്ഞു, ഇതിന്റെ സത്യാവസ്ഥ എന്താന്ന് കണ്ടെത്തണം, മുത്തശ്ശന്റെ ഇപ്പോഴത്തെ വിഷമങ്ങളൊക്കെ മാറ്റണം, അതൊക്കെ എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. നയന പറഞ്ഞു, ആദർശേട്ടൻ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, ഞാനും ഇല്ലേ കൂടെ, നമുക്ക് എല്ലാവർക്കും കൂടെ ഒത്തുചേർന്നിട്ട് എത്രയും പെട്ടെന്ന് ശത്രുക്കളെ തുരുത്താൻ പറ്റുമെന്ന് പറയാം. അത് ശരിയാ, ശത്രുക്കളൊന്നും സന്തോഷിക്കട്ടെ. എന്താണെങ്കിലും നമ്മുടെ തകർച്ച കണ്ട് ഇപ്പൊ ശത്രുക്കൾ സന്തോഷിക്കുമായിരിക്കും. ആ സന്തോഷം അതേ കാലം നീണ്ടു നിൽക്കില്ല എന്ന് പറഞ്ഞു. അതേ സമയത്ത് അവന്തികയും നാഗേന്ദ്രനും കൂടെ സംസാരിക്കണം. ഭയങ്കര സന്തോഷമായിരുന്നു രണ്ടുപേർക്കും. നാഗേന്ദ്രൻ പറഞ്ഞു, അങ്ങനെ വീട്ടിലെ പ്രധാന ശത്രു പുറത്തായല്ലേന്ന് ചോദിച്ചു. അതെ, ആദ്യം ആദർശ, പിന്നെയാണ് ഇപ്പം നയനയും ഇറങ്ങിയത് അച്ഛാന്ന് പറയണം. നല്ലൊരു കാര്യം തന്നെയത്. അബിയുടെയും ജലജയുടെയും ഒക്കെ മെയിൻ ആയിട്ടുള്ള ശത്രു അല്ലായിരുന്നോ നയന? അവളല്ലേ ആ വീട്ടിൽ വന്ന് കിടന്ന് കൂടുതൽ ഷോ കാണിച്ചോണ്ടിരുന്നത് ഇത്രയും കാലം. അതെ അതെ, അങ്ങനെ ഒരു ശല്യം കൂടി ഒഴിവായി കിട്ടി. അല്ലച്ച, ആ നവ്യയുടെ കാര്യത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അവള് തൽക്കാലത്തേക്ക് ഇപ്പൊ അവിടെ നിൽക്കട്ടെ, അവളൊന്നും ചെയ്യണ്ട, കാരണം അവളാണ് നമ്മുടെ തുറുപ്പ് ചീട്ടെന്ന് പറയാം. പക്ഷെ അവള് കാരണം കുറെ പ്രശ്നങ്ങൾ ആ കുടുംബത്തിലുണ്ടെന്ന് പറഞ്ഞു. മോളെ, അവളെ കുറിച്ച് അറിയത്തില്ലാഞ്ഞിട്ടാ. അവള് അബിയെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. അബിയെ ചിലപ്പോൾ തീർക്കാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ അവൾ ആത്മഹത്യയും ചെയ്യും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അബി അകത്താവും പറഞ്ഞു. തൽക്കാലത്തേക്ക് അവൾ അവിടെ നിൽക്കട്ടെ, അതുകൊണ്ട് ഞാൻ അവളെ ഒന്നും പറയാത്ത ഒന്നും ചെയ്യാത്തേന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം അവന്തിക പറഞ്ഞു, എന്നാലും അച്ഛാ, അവള് കാരണം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകുന്നേ. അതെ മോളെ, പക്ഷെങ്കിൽ തൽക്കാലത്തേക്ക് സഹിക്കാതിരിക്കാൻ പറ്റില്ല. അബിയുടെ കയ്യിലെ കുഴപ്പം, ആണുങ്ങളാകുമ്പോൾ ചില ചുറ്റിക്കളികളൊക്കെ ഇങ്ങനെ ഉണ്ടാവും. പക്ഷെങ്കിൽ അത് കല്യാണത്തിന് ഉണ്ടാകുന്ന ചുറ്റിക്കളികൾ അതൊരു പരിധി ഒരു ഒതുക്കി നിർത്താനായിട്ട് പഠിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വേണ്ട പോലെ കൈകാര്യം ചെയ്യാൻ പഠിക്കണം. പക്ഷെ അബിയുടെ കാര്യത്തിൽ അത് ഉണ്ടായില്ല, അതുകൊണ്ടല്ലേ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഇപ്പം ഈ ഒരു കാര്യത്തില് അബീനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ അവളെ തീർത്തെന്ന് വെച്ചാൽ അനഘയെന്ന് പറയുന്ന പെണ്ണിനെ, അതുകൊണ്ടായില്ല. പിന്നെ ചന്തുമോളുണ്ട്, ഈ കാര്യങ്ങൾ അറിയാവുന്ന പലരും ഉണ്ടല്ലോ. അതുകൊണ്ട് ഒറ്റയടിക്ക് ഈ പ്രശ്നം നമുക്ക് അങ്ങോട്ട് പരിഹരിക്കാൻ പറ്റുന്ന കാര്യമില്ല എന്ന് പറഞ്ഞു. അത് കേട്ടത് അവന്തി പറഞ്ഞു, ഇപ്പോഴാണെങ്കിലും അവിടെ മുത്തശ്ശൻ എല്ലാവരും ഭയങ്കര ദേഷ്യവാ, ഒരു പരിക്ക സ്വഭാവ, അങ്ങേരുടെ മനസ്സിൽ എന്താന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞു. എന്റെ മോളെ, ജോലൊരു തകർന്ന് അറിഞ്ഞാൽ പിന്നെ അങ്ങേർക്ക് സഹിക്കാൻ പറ്റുമോ? അങ്ങേരെ എന്തിനേക്കാളും കുടുംബത്തെക്കാളും കൂടുതൽ സ്നേഹിക്കുന്ന ജ്വല്ലറിയെയാ. അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ പരിക്ക സ്വഭാവം കാണിക്കുന്നത്. പിന്നെ തകരട്ടെ, ഇതിന്റെ പേരില് ആ വസ്നര മുത്തശ്ശി നിന്റെ മുത്തശ്ശനും തമ്മിൽ അങ്ങോട്ട് തെറ്റട്ടെ എന്ന് പറഞ്ഞു. അതെ, അത് മിക്ക സമയത്ത് അവര് തമ്മിൽ ഇപ്പൊ വഴക്കുണ്ടെന്ന് പറയാം. അങ്ങനെ തന്നെ വേണം. പിന്നെ അയാളുടെ 2 പൊട്ടൻ മക്കളുണ്ടല്ലോ, നിന്റെ 2 അമ്മാവന്മാര്, ബുദ്ധിയില്ലാത്തമാര്, അവരും കണക്കാന്ന് പറയണ. ദേവേനയും ജയനും തമ്മിൽ തെറ്റണം. പിന്നെ അനിയും ആദർശം തമ്മില്, കാരണം അവർ തമ്മിലൊരു മത്സരം ഉണ്ടാണ്. ഇനിയിപ്പൊ അടുത്ത സ്ഥാനം കിട്ടാൻ പോകുന്ന എനിക്കല്ലേ. അങ്ങനെ എല്ലാം കൊണ്ട് കുടുംബം അങ്ങോട്ട് തകർന്നു പോകണം. കുടുംബം തകർന്നാൽ പിന്നെ ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുവരാനൊന്നും പറ്റത്തൊന്നുമില്ല. ഈ ബിസിനസിന്റെ ഒക്കെ അടിത്തറാന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ മോൾക്ക്? കുടുംബമാണ്. കുടുംബത്തിൽ സമാധാനം കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എങ്ങനെ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? ഒരിക്കലും ഇല്ല എന്ന് പറയണം. അങ്ങനെ എല്ലാം തകർന്ന് തരിപ്പണമായി പോണം. ഇതെല്ലാം കണ്ടിട്ട് മൂർത്തിയുടെ നെഞ്ചു പൊട്ടണം. ഇത്രയും കാലം വലിയ ആളുകൾ വെച്ച് അധികാരത്തിൽ കയറി ഇരുന്നവനല്ലേ, അങ്ങനെ ഒടുവില് മൂർത്തി ഒന്നും അല്ലാതായി തീരണമെന്ന് പറഞ്ഞു.
അത് കേട്ടപ്പോൾ അവന്തി പറഞ്ഞു, അതധികം വൈകാതെ ഉണ്ടാകുമോ അച്ഛാ? ഉണ്ടാകുമെന്നോ? മോൾ എന്താ പറയണേ? മോള് ധൈര്യമായിട്ടിരിക്കുക, മോൾക്ക് ഈ കാര്യത്തിൽ എന്നെ വിശ്വസിക്കാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ആ തകർച്ച കാണുമെന്ന് പറഞ്ഞ് സന്തോഷിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ അടുത്തേക്ക് അജയനും ജാനകിയും കൂടെ വരുവാണ്. പിന്നീട് അജയൻ പറഞ്ഞു, ഇതുവരെ ആയിട്ടും ആദർശും അതുപോലെ നയനമോളും ഈ വീട് വിട്ട് പോയ കാര്യങ്ങളൊന്നും അനി അറിഞ്ഞിട്ടില്ല. അവൻ അറിയുമ്പോൾ എന്താവെന്ന് അറിയത്തില്ല, അവന് ഭയങ്കര സങ്കടമാവെന്ന് പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞു, അത് ശരിയാ, അവൻ അത്രമാത്രം അവരെ സ്നേഹിക്കുന്നുണ്ട്. അവർ ഈ വീട് വിട്ട് പോയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ടിട്ട് മുത്തശ്ശനൊന്നും മിണ്ടാതിരിക്കുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അത് കേട്ടത് മുത്തശ്ശൻ പറഞ്ഞു, അല്ല അവനെന്തിനാ ഇത്രമാത്രം വിഷമിക്കേണ്ട കാര്യം എന്താ? അല്ല അത് പിന്നെ കൂടുതലൊന്നും പറയണ്ട, അവനവന്റെ കഴിവ് തെളിയിച്ചല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും അജയൻ പറഞ്ഞു, അത് പിന്നെ ആദർശം ഉള്ളതുകൊണ്ടല്ലേ, ആദർശിന് സപ്പോർട്ട് ഉള്ളതുകൊണ്ടല്ലേ. അതെ, ഇപ്പൊ ആദർശിനേക്കാളും നന്നായിട്ട് അവൻ കമ്പനി കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടല്ലോ. അല്ല അത് പിന്നെ അച്ഛാ, അതെ ആരുടെ കീഴിൽ നിൽക്കേണ്ടവനല്ല അവന്. നമ്മൾ അവനൊരു സ്ഥാനം കൊടുത്താലോ അവൻ എത്ര നല്ലതായിട്ട് ഉയർന്നു വരാൻ പറ്റുള്ളൂ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഇനിയിപ്പൊ പുറത്തുനിന്ന് ആരെയും തൽക്കാലത്തേക്ക് MD ആയിട്ട് എടുക്കണ്ട, അനിയെ അടുത്ത MD ആക്കാന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ജയനൊരു അന്താളിപ്പോട് ചോദിച്ചു, അനിയോ എന്താടാ, നിനക്ക് എന്തേലും ബുദ്ധിമുട്ടുണ്ടോ? അല്ല അച്ഛാ, അത് പിന്നെ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ സഹിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ജാനകി ഇങ്ങനെ നോക്കുവാണ്, ഇങ്ങനെ ഇത് എന്താ പറയുന്നെന്നുള്ള രീതിക്ക്. ജാനകിക്ക് അനിയെ MD ആക്കാനായിരുന്നു താല്പര്യം. ആ സമയത്ത് മുത്തശ്ശൻ പറഞ്ഞു, എന്താടാ നീ ഒന്നും മിണ്ടാത്തേന്ന് ചോദിച്ചു. അല്ലച്ച അത് ശരിയാകുമോ? അവനായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ശരിയാവുന്നേ? അവൻ ഈ പറയുന്ന കഴിവുകളും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞു. എടാ അവന്റെ സ്ഥാനം കൊടുത്താലേ അറിയത്തുള്ളൂ, അവൻ ആ കസേരയിലേക്ക് വരട്ടെ. ഇത് ജലജ കേട്ടു. ജലജ അങ്ങോട്ടേക്ക് വരുവാണ്. ജലജ വന്നിട്ട് പറഞ്ഞു, അങ്ങനെയാണ് അച്ഛ, അഭിയം കൂടെ കമ്പനിയിലേക്ക് കയറ്റുമെന്ന് ചോദിച്ചു. എന്തിനും? അല്ല ഒരു സഹായത്തിനായിട്ട്. എനിക്ക് അതെ, അവൻ സഹായത്തിനല്ല കയറുന്നേ, ഉപദ്രവത്തിനായിട്ടായിരിക്കും കയറുന്നേ. അല്ല എന്താ അത് വേണോന്ന് ചോദിച്ചു. അപ്പോഴേക്കും ജലജ പറഞ്ഞു, അത് പിന്നെ അച്ഛാ നിനക്ക് പറഞ്ഞ എന്താന്ന് മനസ്സിലായില്ലേ? മനസ്സിലായെന്ന് പറഞ്ഞു. പിന്നെ കൂടുതൽ ജലജ പറയാൻ പോയില്ല. ജാനകിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ജാനകി മനസ്സിൽ വിചാരിച്ചു, ഓ ഇനിയിപ്പൊ താന് മൂർത്തി ജ്വല്ലയുടെ MDയുടെ അമ്മ. അത് ചിന്തിക്കുമ്പോൾ ജാനകിക്ക് സന്തോഷം സഹിക്കാൻ പറ്റില്ല. കാരണം ഇത്ര പെട്ടെന്ന് എനിക്ക് ആ കസാര കിട്ടുമെന്ന് ജാനകി ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അനിയെ MD ആക്കുന്നതിന്റെ ദേഷ്യത്തിൽ ജലജ അടുക്കള വന്നിട്ട് പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കുമാണ് ജാനകി അങ്ങോട്ടേക്ക് വരുന്നത്. ജാനകിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ജലജ പറഞ്ഞു, കോൾ അടിച്ചല്ലോ എന്ന് പറഞ്ഞു. എന്താ? അല്ല അനിയെ MD ആവാൻ പോവല്ലേ, എട്ടും പൊട്ടും തീയാത്ത അവൻ MD ആവാൻ പോവല്ലേ എന്ന് ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പം ജാനകി പറഞ്ഞു, അതിന് അവൻ MD ആവുമെന്ന് അറിയത്തില്ല, അവൻ ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും അറിഞ്ഞിട്ട് പോലുമില്ല. അവൻ ഇപ്പോഴും ചെന്നൈയിലല്ലേ, ആദർശ് നയനെ വീട് വിട്ടു പോയത് പോലും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ജലജ പറഞ്ഞു, അല്ല ജയന് അല്ല അജയന് ഈ കാര്യത്തിൽ താല്പര്യം ഇല്ലാന്ന് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞു. എന്ത്? അനിയെ MD ആക്കുന്ന കാര്യത്തില്? ജാനകി നീ അജയനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് മനസ്സിലാക്കണം. ഒരു ഗോൾഡൻ ചാൻസാ കൈവന്നിരിക്കുന്നേ, ഒരു കാരണവശാലും ഇത് കൈവിട്ട് പോകാൻ പാടില്ല. അനിയെ MD ആവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഒന്ന് ആലോചിക്കേ, നീ MDയുടെ അമ്മയാണ്. ഇപ്പൊ അവന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് തകർച്ചയുടെ വക്കിൽ എത്തി നിൽക്കുമല്ലേ കാര്യങ്ങളൊക്കെ. അവൻ MD ആയിട്ടുണ്ടെങ്കിൽ അവന് പിന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടം പോലെ പെൺകുട്ടികൾ വരും. മൂർത്തി ജ്വല്ലറിയുടെ MD ആന്ന് പറഞ്ഞ് നിസ്സാര കാര്യമൊന്നും അല്ലല്ലോ. വലിയ വലിയ വീട്ടിലെ ആലോചനകളൊക്കെ വരും, ഇഷ്ടം പോലെ സ്വർണവും പണമൊക്കെ കിട്ടുകയും ചെയ്യും. എന്റെ അബിക്ക് പറ്റിയൊരു ചതി അവനും പറ്റിയത്. പക്ഷെ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ജാനകി പറഞ്ഞു, അത് ശരിയാ, അവൻ എന്തായാലും നല്ലൊരു ആലോചന വരണമെന്ന് പറഞ്ഞു. പക്ഷെ ജാനകി എനിക്കൊരു സംശയമുണ്ട്, ഇപ്പോഴും അവനാ SI പെങ്കൊച്ചിന്റെ പിന്നാലെയാണെന്ന്. നിന്നോട് ആരാ പറഞ്ഞേ? എന്നോട് അബിയ പറഞ്ഞേ. അല്ല നീ ഇത് കണ്ടോന്ന് ചോദിച്ചു. ഞാൻ കണ്ടിട്ടൊന്നുമില്ല. അതെ തൽക്കാലം നീ അത് പറയണ്ട, എന്റെ അനി അങ്ങനെയൊന്നും പോകത്തില്ല. നീ ആകെപ്പാടെ വാ തുറക്കുന്ന ആഹാരം കഴിക്കാനും നോണ പറയാനും മാത്രമല്ലേന്ന് ചോദിച്ചു. ഞാൻ അങ്ങോട്ട് പറഞ്ഞെന്നോളൂ ജാനകി, കൂടുതലൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. എന്റെ മോനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവളുടെ പിന്നാലെ പോയേക്കരുന്ന്, അവളെ പോലുള്ള ഒരുത്തി ഒരു കാരണവശാലും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേക്കരുന്ന്. അതുകൊണ്ട് അതൊന്നും നടക്കില്ല എന്നും പറഞ്ഞിട്ട് ജാനകി അങ്ങോട്ടേക്ക് പോയി. ആ സമയം ജലജ മനസ്സിൽ പറഞ്ഞു, ചെല്ല് കണ്ടു, അധികം വൈകാതെ കുടുംബത്തിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അനിയല്ലേ MD ആകാനായിട്ട് പോകുന്നേ, ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ അവളുടെ പിന്നാലെ തന്നെ ഇപ്പോഴും അവനുണ്ട്. നിനക്ക് മാത്രം ജാനകി അത് അറിയത്തില്ലാത്തെ, നീ കണ്ടോളാനൊക്കെ പറഞ്ഞോണ്ട് ജലജ സന്തോഷിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോ അജയന് അനിയെ ഫോൺ വിളിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫോൺ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അതെ ചെന്നൈയിൽ നിന്ന് ഫുഡൊക്കെ കഴിക്കാൻ സൂക്ഷിച്ച് വേണം, നോക്കി കണ്ടോ കഴിക്കണം, നല്ല ഹോട്ടലിൽ കയറി കഴിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കോള് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും
ജാനകി അങ്ങോട്ടേക്ക് വരുന്നത്. ജാനകി വന്നിട്ട് ചോദിച്ചു, അല്ല അനിയാണോ വിളിച്ചത്? അതെ. അവനോട് കാര്യങ്ങൾ പറഞ്ഞോ? എന്ത്? അല്ല അവനാണ് അടുത്ത MD ആന്നുള്ള കാര്യം ഞാൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. അതെന്താ ചേട്ടാ അങ്ങനെ പറയായിരുന്നേ? പിന്നെ അതിപ്പോ പറഞ്ഞാലും മതി. അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഒട്ടും സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ദേ അജയേട്ട, അടുത്ത MD അവനല്ലേന്ന് ചോദിച്ചു. നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്ന ജാനകി? അതിനുള്ള കഴിവും പ്രാപ്തിയൊന്നും അവനില്ല. അതെ, അച്ഛൻ പറഞ്ഞു കേട്ടല്ലോ, ഒരു സ്ഥാനം കൊടുത്താലേ അറിയത്തുള്ളൂ അതിനുള്ള കഴിവുണ്ടോന്ന്. എടി നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത്? ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ അനി MD ആവുന്നോ? ഒരിക്കലും ഇല്ല. അവൻ എപ്പോഴും ആഗ്രഹിക്കുന്നതേ അവന്റെ ചേട്ടന്റെ കീഴിൽ നിൽക്കാൻ വേണ്ടിയിട്ടാ. അതെ ആ ചേട്ടാ, എന്നും അങ്ങനെ കീഴിൽ നിന്നിട്ട് കാര്യമുണ്ടോ? പിന്നെ എന്താടി നീ പറയണേ? ആദർശിനെ കുറിച്ച് തന്നെ അറിയാലോ. ആദർശ് നല്ല കഴിവും പ്രാപ്തിയുള്ളവനാ. അവന് പോലും കമ്പനിയെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ പറ്റിയില്ല. അവന്റെ കയ്യിൽ നിന്നൊരു ചെറിയ ഫോൾട്ട് വന്നു. അതിന്റെ പേരിലാണ് അച്ഛന് അവന് ഇത്രമാത്രം കാര്യമായിട്ട് ചീത്ത പറയുകയും ഇങ്ങനെയൊക്കെ സംഭവിക്കുകയൊക്കെ ചെയ്തത്. അത് കേട്ടതും ജാനകി പറഞ്ഞു, അല്ല അപ്പൊ അജയേട്ടനൊക്കെ ആദർശിനെതിരായിട്ടാണോ സംസാരിച്ചോണ്ടിരുന്നത്? അതൊക്കെ ഞങ്ങൾ അങ്ങനെ പറയും എന്നും പറഞ്ഞുകൊണ്ട് ആദർശിന് കഴിവില്ലാന്ന് ഒരിക്കലും പറയില്ല. ആദർശിന്റെ കഴിവുകൊണ്ടാണ് ഇപ്പൊ കമ്പനി ഇത്രയും നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് അതിന്റെ നാലിലൊന്നും കഴിവ് പോലും ഇല്ല. ഞാനും ചേട്ടനൊക്കെ ഇങ്ങനെ ഇപ്പൊ അവനെ കുറ്റപ്പെടുത്തി സംസാരിച്ചാലും അവന്റെ കഴിവുകളെ ഞങ്ങൾക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷെ ആ സ്ഥാനത്തേക്ക് അനി വന്നിട്ടുണ്ട്, എന്താവും നിനക്കറിയാവോ? അച്ഛൻ എന്തുകൊണ്ട് ആദർശന് ആ സ്ഥാനം കൊടുത്തേ? ഞങ്ങളെല്ലാരും തടഞ്ഞിട്ട്. അവന് കഴിവുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് മാത്രം. പക്ഷേങ്കില് അനി വന്നിട്ടോടെ കമ്പനി എങ്ങനെ പോകും നിനക്കറിയാവോ? അതെ ആ ചേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, അവൻ ആ സ്ഥാനം കിട്ടണം. പിന്നെ ഞാൻ ആരാ? കമ്പനി MDയുടെ അമ്മയല്ലേന്ന് ചോദിച്ചു. നിനക്ക് നാണം ഉണ്ട് കൂടി ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? അനി ഇത് അറിഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും സമ്മതിക്കില്ല. ഇപ്പൊ ഞാനാണെങ്കിലും ജയേട്ടനെക്കാളും ഉയർന്നു പറക്കാനായിട്ട് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ജയേട്ടന്റെ കീഴിൽ നിൽക്കാനേ ആഗ്രഹിച്ചിട്ടുള്ളൂ. അനി അങ്ങനെയൊക്കെ തന്നെയാ. നിന്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ചിന്ത അങ്ങോട്ട് മാറ്റി വെച്ചാരെ. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അനി അതിന് സമ്മതിക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിലും അത് ശരിയല്ലല്ലോ. ആദർശ് അത്ര മിടുക്കനായിട്ട് അവനൊരു ചെറിയ ഫോൾട്ട് പറ്റിയ സമയത്ത് ആ കസാര കയറിയിരിക്കാൻ നോക്കുന്ന ഞങ്ങൾക്ക് ആർക്കും പറ്റുന്ന കാര്യമില്ല. അങ്ങനെ ഞങ്ങൾ ആരും അതിന് നിർബന്ധിക്കത്തുമില്ല. അതും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അജയൻ അങ്ങോട്ടേക്ക് പോയി. അതേസമയം മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ സംസാരിച്ചിരിക്കുകയാണ്. ആ മുത്തശ്ശനോട് പറഞ്ഞു, എന്നാലും ഞാൻ ആകെപ്പാടെ പേടിച്ചു പോയായിരുന്നു. എന്റെ കുട്ടികളുടെ അച്ഛന് ഇത് എന്ത് പറ്റിയെന്ന്. ഇങ്ങനത്തെ സ്വഭാവമൊന്നും അല്ലല്ലോ എന്ന്. എന്നാലും എന്നോട് മറച്ചു വെക്കേണ്ട കാര്യമില്ലായിരുന്നു. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, നമ്മളെ ഇങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കണം. എങ്കിൽ മാത്രമേ ആദർശ് എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ പിന്നിലുള്ള സത്യങ്ങളൊക്കെ കണ്ടുപിടിക്കുള്ളൂ. ഇനിയിപ്പം നിനക്കറിയാലോ വസ്തരെ, ഈ വിഷുവിനോട് കൂടിയിട്ട് ജോലിയിൽ തകർച്ചയിലേക്ക് പോകുന്നറിയത്തില്ല. പക്ഷെ അതിനു മുമ്പ് തന്നെ ആദർശ് പല സത്യങ്ങളും കണ്ടെത്തിയിരിക്കും എന്ന് പറയണം. ആ ഒരു പ്രതീക്ഷയില്ല ഞാനും. ഒരു പക്ഷേങ്കിലും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ ആദർശിന് പെട്ടെന്ന് സത്യങ്ങളൊന്നും കണ്ടെത്താനായിട്ട് സാധിക്കില്ല. അങ്ങനെ സംസാരിക്കുന്ന സമയത്താണ് ജയനും ദേവേനയും കൂടെ അവരെ കാണാൻ പോയിട്ട് വരുന്നേ. ആദർശിനെ നയനെ കൊണ്ടുവിടാനും ആദർശിനെ കാണാനും പോയിട്ട് വരുന്നേ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശി ചോദിച്ചു, അല്ല എങ്ങനെയുണ്ട് ആദർശമാനെ കണ്ടിട്ട്? അത് കേട്ടപ്പോൾ മുത്തശ്ശൻ ചോദിച്ചു, അതെന്താ ഇത്രമാത്രം ചോദിക്കാൻ എന്തായിരിക്കണേന്ന് ചോദിച്ചു. മുത്തശ്ശി പറഞ്ഞു, എന്താ ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പറയണേ? അപ്പോഴേക്കും ജയൻ പറഞ്ഞു, അതെ അവന് കുഴപ്പമൊന്നുമില്ല അമ്മേ, അവൻ സുഖമായിട്ടിരിക്കുന്നു. മുത്തശ്ശൻ പറഞ്ഞു, നമ്മുടെ ഗസ്റ്റ് ഹൗസിലല്ലേ, പിന്നെ സഹായത്തിന് ദാമും ഉണ്ടല്ലോ, പിന്നെ ഇതിന് മാത്രം ഇത്ര ചോദിക്കാൻ എന്തായിരിക്കുന്നു വസുന്ധരേന്ന് ചോദിച്ചു. എന്താ ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പറയണേ? അവൻ പാവമല്ലേ? അവൻ അതിന് മാത്രം വലിയ തെറ്റും ചെയ്തിട്ടില്ലല്ലോ. തെറ്റ് ചെയ്തിട്ടില്ല പോലും. അവൻ കാരണമാണ് ഇപ്പൊ കമ്പനി താഴേക്ക് പോയിക്കൊണ്ടിരിക്കണേ. അത് കേട്ടപ്പോ ജയൻ പറഞ്ഞു, അല്ല അവനെ ഞാൻ കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ പിന്നിൽ ആരാ ഉള്ളതെന്നുള്ള സത്യങ്ങൾ കണ്ടെത്തുന്നുള്ള വാശിയിൽ അവന്. അതിന് വേണ്ടിയിട്ട് കഠിന പ്രയത്നത്തില. ഇപ്പൊ നയനമോളും കൂടെ അങ്ങോട്ട് ചെന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ മുത്തശ്ശന്റെ സമാധാനമായി. പെട്ടെന്ന് മുത്തശ്ശി ദേവേനോട് പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യാം, ചന്തമോള് നല്ല വിഷമത്തില, ചന്തമോളെ പോയെന്ന് ആശ്വസിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ദേവേനെ അങ്ങോട്ട് കയറിപ്പോയി. ആ സമയത്ത് ജയനോടായിട്ട് മുത്തശ്ശൻ പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നേ? ആദർശ് കാരണമല്ലേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഈ വിഷുവിനോട് കൂടി മൂർത്തി ജ്വല്ലറി തകർന്നു പോകുന്നു പറഞ്ഞു. ഇല്ലച്ച, അങ്ങനെ തകരാനൊന്നും പോകുന്നില്ല. അതിനു മുമ്പ് അവന് സത്യങ്ങളൊക്കെ കണ്ടെത്തിയിരിക്കുന്നു പറഞ്ഞു. അങ്ങനെ ജയനും അങ്ങോട്ടേക്ക് പോയി. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, എനിക്ക് എന്താണല്ലോ ഇഷ്ടപ്പെട്ടു. എത്രയും പെട്ടെന്ന് തന്നെ അവന് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം എന്ന് എൻ്റെ ആഗ്രഹം. മുത്തശ്ശി പറഞ്ഞു, കണ്ടില്ലേ അവന് സത്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പോവാന്ന്. എനിക്കറിയാം അവന് കഴിവും ബുദ്ധിയും ഉള്ളവനാന്ന്. കാരണം ഒരു കാരണവശാലും മൂർത്തി ചൊല്ലി തറന്നു പോകാൻ പാടില്ല. നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ കൊഴിഞ്ഞു പോകേണ്ടവരാ. പക്ഷെ അവൻ അങ്ങനെയല്ല ആദർശം. അവൻ പതിറ്റാണ്ടുകളോളം ജ്വല്ലറി മുന്നോട്ട് നയിക്കേണ്ടവനാ. ഒരു പക്ഷെ അവനൊരു 2 ദിവസം എന്തെങ്കിലും വയ്യായിക വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വേണം ജ്വല്ലറി കാര്യങ്ങൾ നടത്താനായിട്ട്. 2 കൊച്ചുമക്കളും നല്ല രീതിയിൽ മുന്നോട്ട് വരണം. അതുകൊണ്ടാണ് ഞാൻ
അനിയൻ കൂടെ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പൊ കുറച്ച് വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ടാവുമെങ്കിലും പിന്നെ അതൊക്കെ സെറ്റ് ആയിക്കോളെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ വേണം, കാരണം ശത്രുക്കളൊക്കെ ഒതുക്കാനായിട്ട് അവർക്കോ സാധിക്കുള്ളൂ. അത് കേട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു, എനിക്ക് ഉറപ്പുണ്ട് ആദർശന് അത് കഴിയുമെന്ന്. അങ്ങനെ തല ഉയർത്തിപ്പിടിച്ച് വരാനായിട്ടാണ് ഞാനും ആഗ്രഹിക്കുന്നത്. മുത്തശ്ശൻ പറഞ്ഞു, അതെ, അവൻ തല ഉയർത്തിപ്പിടിച്ച് എൻ്റെ മുന്നിലേക്ക് വരണം, അതിനു വേണ്ടിയിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.